PM സുരേഷ് ബാബു NCP പ്രതിനിധി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ് ബാബു, ചില ധാരണകൾ ദേശീയ നേതൃത്വത്തിന്റെ അവർ മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ധാരണ അനുസരിച്ച് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നു, സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് സ്ഥിരീകരിക്കത്തതാണോ? എനിക്കിപ്പോ ചാനലിൽ നിന്നുള്ള വിവരം മാത്രമേ ഉള്ളൂ. നേതാക്കന്മാര് ഡൽഹി ബോംബെയിലുണ്ട്. അവരുടെ ആരെയും ടെലിഫോണിൽ കിട്ടാൻ ശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഈ തരുണത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ അശക്തനാണ്. ഇതിപ്പോ ഒരു പിളർപ്പിലേക്കൊക്കെ പോകുമോ എന്ന വലിയ രീതിയിലുള്ള ആശങ്ക നിലനിന്നിരുന്ന സമയത്താണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടന്ന ചർച്ചയിൽ അത് ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നത്. അത് ആശ്വാസകരമാണോ? ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. പിളർപ്പിലേക്കൊക്കെ പോകുന്നു എന്ന് വരുന്ന അതാണെങ്കിൽ അത് നിരാശാജനകവുമാണ്. ഇപ്പോൾ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് നൽകിക്കൊണ്ട് അധ്യക്ഷ പദവിയിലേക്ക് AK ശശീന്ദ്രൻ എത്തിയാൽ പാർട്ടിയുടെ മുന്നോട്ട് പോക്കിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഒരു ഇൻബിൽറ്റ് അറേഞ്ച്മെന്റ്സ് പാർട്ടിക്കകത്തുണ്ടല്ലോ. അതുകൊണ്ട് അത് മുന്നോട്ട് പോയിക്കോളും. അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തായാലും അത് മുന്നോട്ട് പോകും. അതല്ല, ധാരണയില്ലാതെ ഏതെങ്കിലും ഒരു ബുൾഡോസർ സിസ്റ്റം ആണെങ്കിൽ അത് ഇത്തിരി സംഘടനാ രംഗത്ത് പ്രയാസകരമായിരിക്കും. അത്രയോ. ശരി, എന്തായാലും ധാരണയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രതീക്ഷ നൽകുന്നതാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഔദ്യോഗികമായി കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അറിയുന്നതിന് കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ കിറാമുട്ടിയായിരുന്ന പ്രശ്നമാണ് NCPയെ സംബന്ധിച്ച് ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം. അതിൽ ശരത് പവാറിനിപ്പോൾ AK ശശീന്ദ്രനെ അനുനയിപ്പിക്കാൻ ആയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വിഷയം ദേശീയ നേതൃത്വത്തിന്റെ മുന്നിലെത്തിച്ച് അത് പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചും ആയിരിക്കുന്നു. താൽക്കാലികമായി എങ്കിലും ഒരു ധാരണ ഈ വിഷയങ്ങളിലൊക്കെ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. VV അരുണാണ് വാർത്ത.